മനഃശാസ്ത്ര സംബന്ധമായ അത് വളരെ ഏറ്റവും ലളിതമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും വളരെ രസകരമായ എന്നാൽ എല്ലാവർക്കും കൗതുകമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ മധുജൻ, സൈക്കോളജിസ്റ്റാണ്. ഈ ആളുകൾക്കൊക്കെ വളരെ കൗതുകമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിലെ ഈ ശരിയായ സിദ്ധാന്തങ്ങളെക്കാൾ ശരിയല്ലാത്ത സിദ്ധാന്തങ്ങളോടാണ് പലപ്പോഴും ആളുകൾ ക്യൂരിയസ് ആയിട്ട്, അതായത് കൗതുകം കാണിക്കാറുണ്ട് എന്ന് കണ്ടിട്ട്. അപ്പോൾ മനഃശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളോടായാലും ഇപ്പം ഞങ്ങളെയൊക്കെ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെടുമ്പോൾ സൈക്കോളജിസ്റ്റാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ ചോദിക്കുന്നു, അയ്യോ അപ്പോൾ ഹിപ്നോട്ടിസം അറിയാമല്ലേ, അത് ചെയ്യാൻ അറിയാമല്ലേ, അപ്പോൾ മനസ്സ് വായിക്കാൻ പറ്റുമല്ലേ എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ ഈ ഹിപ്നോട്ടിസം ഒന്നുമല്ല മനഃശാസ്ത്രം. ഈ മനസ്സ് വായിക്കൽ എന്ന് പറയുന്നതല്ല മനഃശാസ്ത്രം. മനഃശാസ്ത്രത്തിൽ തന്നെ ഒരു തിയറിയുണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുക എന്നതല്ല ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ രീതി എന്ന് പറയുന്നത്. ഒരു മനഃശാസ്ത്രജ്ഞനും മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല. ഒരു മനഃശാസ്ത്രജ്ഞന് കഴിയുന്നത് മറ്റൊരാളിൻ്റെ പെരുമാറ്റത്തെ നിരീക്ഷിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ മറ്റൊരാളിൻ്റെ മനസ്സ് വായിക്കാൻ ഒരു മനഃശാസ്ത്രജ്ഞന് കഴിയില്ല തന്നെ. അത് ഈ സിനിമയിലൊക്കെയാണ് കാണുന്നത്. സിനിമയിലെ സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ മുഖം പൊത്തി നിൽക്കുന്ന സെർവൻറ്റും ഓടി ഒളിക്കുന്ന ആളുകളെയൊക്കെ സിനിമയിലേ കാണാൻ കഴിയും. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒന്നില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും, അപ്പോൾ ഈ മെൻ്റലിസമോ അതൊരു തരം മനസ്സ് വായനയല്ലേ എന്ന് ചോദിക്കും. അല്ല കേട്ടോ, തീർത്തും പറയുകയാണ്, അതൊരു മനസ്സ് വായന അല്ല. അത് മനസ്സ് വായിക്കുന്നു എന്ന് ധരിപ്പിക്കുകയാണ്. മെൻ്റലിസം എന്ന് പറയുന്നത് മാജിക്കിൻ്റെ ഒരു പാർട്ടാണ്. മാജിക്കിൽ പല പല പാർട്ടുകളുണ്ട് അല്ലേ. ക്ലോസ് മാജിക് ഉണ്ട്, പലതരം മാജിക്കുകളുണ്ട്. ആ മാജിക്കിൽ വരുന്ന ഒരു കാര്യമാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഫോൺ നമ്പർ, പാൻ നമ്പർ, അതുപോലെ മറ്റു പല കാര്യങ്ങളും, ഒരു പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ, ഇതെല്ലാം മെൻ്റലിസ്റ്റിന് പറയാൻ സാധിക്കും. ഇത് മാജിക് ആണെങ്കിൽ ഒരു മജീഷ്യനാണ് മെൻ്റലിസ്റ്റ് എന്ന് മറന്നു പോകരുത്. പിന്നെ അതിനകത്ത് മെൻ്റൽ എന്ന വാക്ക് കയറി കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിനെ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ എന്തുമായിട്ട് യോജിപ്പിക്കുന്നത്, മനഃശാസ്ത്രവുമായിട്ട് യോജിപ്പിക്കുന്നത്. ഞാൻ മെൻ്റലിസം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലളിതമായ ചില ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഒരു മെൻ്റലിസം കാണിക്കാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ടൂളില്ലാതെ, എന്തെങ്കിലും അത്തരത്തിലുള്ള ഘടകങ്ങളില്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെൻ്റലിസം കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ ഒരു മെൻ്റലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും മെൻ്റലിസം കാണിക്കുന്നതോ, അവരുടെ കയ്യിൽ, ഒരു മജീഷ്യൻ്റെ കയ്യിൽ എപ്പോഴും ഒരു മാജിക് ടൂൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു മെൻ്റലിസ്റ്റിൻ്റെ കയ്യിൽ എപ്പോഴും അതിനാവശ്യമായ ടൂളുകൾ അവർ കരുതിയിരിക്കും. ഞാൻ മെൻ്റലിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാത്ത അല്ലെങ്കിൽ ആ ഷോ കാണിക്കാത്ത ഒരാളല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് എപ്പോഴും കൊണ്ട് നടക്കേണ്ടതായ കാര്യമില്ല. വളരെ ഗൗരവത്തിൽ ഒരു ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും മെൻ്റലിസം എന്താണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കും അത് പറഞ്ഞു കൊടുക്കുകയും, കണ്ടോ ഇത് ഇത്രയേ ഉള്ളൂ മെൻ്റലിസം. പക്ഷെ അവർക്ക് ഒരിക്കലും അതിൻ്റെ ഗുട്ടൻസ് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കില്ല എന്ന് വരും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ മെൻ്റലിസം ഒരു ഷോയാണ്, അതൊരു പ്രകടനമാണ്, അതൊരു കലാപ്രകടനമാണെന്ന് തന്നെ കരുതിക്കൊള്ളൂ. അത് വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, മെൻ്റലിസം സാധാരണ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനൊരു രഹസ്യം ഉണ്ടാവില്ല. മാജിക് ആകുമ്പോൾ എന്തായാലും അതിനകത്ത് രഹസ്യം ഉണ്ടാവുമല്ലോ. ആ രഹസ്യം കൂടെ പറഞ്ഞു കൊടുത്താൽ അത് വലിയ പ്രശ്നമാകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ പറയാറുണ്ട്, ഈ മറ്റേത് ആളുകളും, ഏത് രാജ്യത്തെ ആളുകളും ഈ മാജിക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കും. മാജിക്ക് അറിയാവുന്ന ആൾ തന്നെ ഒരു സദസ്സിലിരിക്കുമ്പോൾ മറ്റൊരാൾ മാജിക്ക് കാണിച്ചാൽ അത് കണ്ട് നന്നായിട്ട് ആസ്വദിച്ച് കൈയടിക്കും. പക്ഷെ നമ്മൾ മലയാളികൾ, കുറ്റം പറയുന്നതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട, നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ മാജിക്ക് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ നോക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എന്ന് പറയുന്നൊരു കാര്യം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. പാഷ എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു ആ പേരിലല്ല, ഒരു കഥാപാത്രത്തെ MD അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു മാജിക്കുമായി ബന്ധപ്പെട്ടൊരു കഥ അതെൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് അതിൻ്റെ കഥ അവസാനിക്കുന്നത് തന്നെ മജീഷ്യൻ ചോദിക്കുന്നതാണ്, ഇത് ഏത് നാടാണ് മക്കളെ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് MD ആ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഇതിൻ്റെ സീക്രട്സുകൾ സാധാരണ അങ്ങനെ പൊതുജനത്തോട് നമ്മൾ പറയാറില്ല. കാരണം ഇത് വെച്ച് ഇതൊരു ശരിക്കും ഒരു കലാപ്രകടനമാണ് അല്ലെങ്കിൽ ഒരു ഷോ ആണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ രഹസ്യ സ്വഭാവം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കുക, മെൻ്റലിസവും മനഃശാസ്ത്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല. മനഃശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. അതൊരു സൈക്കോളജിസ്റ്റ് ആകാൻ ഒരു 5 വർഷമെങ്കിലും മിനിമം എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു മെൻ്റലിസ്റ്റ് ആകാൻ അത്യാവശ്യം ചില മെൻ്റലിസം കാണിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് പഠിച്ചാൽ മതിയാവും. അത്രയേ ഉള്ളൂ. അത്ര ചെറിയ കാര്യമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ നിരന്തരമായ പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ
മെൻ്റലിസം ഒക്കെ നന്നായിട്ട് ആളുകളെ കൗതുകപ്പെടുത്തുന്ന, ആഹ്ലാദിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന തരത്തിലൊക്കെ തീർച്ചയായിട്ടും മെൻ്റലിസം ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആർട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ ഈ പലപ്പോഴും നിങ്ങൾ പല ചാനലുകളിലൊക്കെ കാണുന്നത് അപ്പൂപ്പൻ്റെ ആത്മാവിനെ കാണിച്ചു കൊടുക്കുന്നു, അമ്മമ്മയുടെ ആത്മാവിനെ കാണിച്ചു കൊടുക്കുന്നു, അപ്പോൾ കുടുകുടാ കരയിപ്പിക്കുന്നു. അതെല്ലാം ശരിക്കും മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അതല്ലാതെ അതിനകത്ത് വേറെ ഒരു ഘടകവും ഇല്ല. ഒരു അപ്പൂപ്പൻ്റെ ആത്മാവും വരാൻ പോകുന്നില്ല, ഒരു അമ്മമ്മയുടെ ആത്മാവും വരാൻ പോകുന്നില്ല. മാത്രമല്ല അത്തരത്തിൽ കുട്ടികളെയൊക്കെ ആത്മാവിനെ കാണിച്ചു കൊടുക്കുന്നു, അവരെ കൊണ്ട് കരയിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് അവരിൽ പിന്നീട് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാൽ അതിനെ ഒരു കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു കലാപ്രകടനമായിട്ട് ഒരു വലിയ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ അങ്ങനെ പെർഫോം ചെയ്യുന്നതിനും യാതൊരുവിധ തെറ്റും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഓർക്കുക, ഒരാത്മാവുമില്ല, ഒരു ഭൂതപ്രേതാദികളും ഇല്ല. ഇല്ലാത്ത ഒന്നിനെ ഒരു കാരണവശാലും വിളിച്ചു കൊണ്ടുവരാൻ കഴിയുകയുമില്ല. അപ്പോൾ വിളിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് നമുക്ക് തോന്നൽ മാത്രമാണ്. നമുക്കത് അനുഭവപ്പെടുന്നു, തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ അനുഭവപ്പെടുത്താൻ ആവശ്യമായ ടെക്നിക്കുകൾ, ഗിമ്മിക്കുകൾ ഈ വിളിച്ചു കൊണ്ടുവരുന്ന ആളിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറം മെൻ്റലിസത്തിൻ്റെ പിന്നിൽ ശാസ്ത്രം ഒന്നുമില്ല, അതൊരു ഷോ മാത്രമാണ് എന്ന് കരുതുക. അല്ലാതെ മനസ്സ് വായിക്കാൻ കഴിയില്ല. അങ്ങനെ മനസ്സ് വായിക്കാൻ കഴിയും എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോൾ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ മനസ്സ് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെ ഇവിടെയും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അയ്യോ, അങ്ങനെ മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എന്നേ എൻ്റെ പാർട്ട്ണറുടെ മനസ്സ് വായിച്ചേനെ. അതിന് കഴിയാത്ത ഞാനാണോ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പോകുന്നത്? കഴിയില്ല. മനസ്സ് വായിക്കലല്ല ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ലക്ഷ്യം, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുക എന്നതാണ്.